ഇന്നത്തെ നമ്മളെ വീഡിയോ സേഫ്റ്റി പിൻ കൊണ്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ടിപ്പാണ്. ഫസ്റ്റ് ടിപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പഴയ പില്ലോ കവറും 4 പിന്നും ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഏപ്രൺ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മളിതാ ഇവിടെ ഒരു പഴയ പില്ലോ കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ ഒരു കോർണർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് കോർണറും ഇങ്ങനെ മടക്കിയിട്ട് ഒരു പിൻ ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ ഇവിടെ 2 കോർണറും മടക്കിയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ആവശ്യം നമ്മൾക്ക് ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുള്ള പാൻസിൻ്റെയൊക്കെ കയറുണ്ടാവില്ല, ഏത് വിധത്തിലുള്ള കയറായാലും മതി. ഇനി നമ്മൾ ചെയ്യുന്നത് ആ കയറിൻ്റെ ഒരറ്റം നമ്മൾ ഒരു കോർണർ മടക്കി പിൻ ചെയ്തല്ലോ, ആ സൈഡിൽ കൂടെയും മറ്റേ അറ്റം നമ്മൾ സെക്കൻഡ് കോർണർ ഫോൾഡ് ചെയ്ത് പിൻ ചെയ്ത് വെച്ച് അതിലൂടെ ഇടുക. 2 കോർണറിലൂടെയും ആ കയറ് കയറ്റിയെടുക്കാം. അപ്പം നമുക്കിത് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ആ കയറിങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കുമല്ലോ, ആ പുറത്ത് അതിൻ്റെ അറ്റത്ത് നമ്മൾ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. 2 സൈഡും അതേപോലെ തന്നെ ചെയ്യുക. പില്ലോ കവറും ആ കയറും കൂട്ടിയിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മൾ 2 സൈഡിലും പിൻ ചെയ്ത് വെക്കുക. ഇത് നമുക്ക് ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഏപ്രണാണ്. നമുക്ക് ഓൾറെഡി കിച്ചണിൽ ഒരു ഏപ്രൺ ഉണ്ടാവും. ഇത് നമുക്ക് ഫിഷൊക്കെ കട്ട് ചെയ്യാനുള്ള സമയത്ത്, ചിക്കൻ വാഷ് ചെയ്യുമ്പം, ചിലപ്പോൾ നമുക്ക് അലക്കുകല്ലിൽ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കൊരു സ്പെയർ ആയിട്ട് അത് പെട്ടെന്ന് കുറേ അഴുക്കാവുന്ന പണിയൊക്കെ ചെയ്യുമല്ലോ, അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഏപ്രൺ യൂസ് ചെയ്താൽ മതി. ഇനി വേണമെങ്കിൽ നമുക്കിത് പ്ലാസ്റ്റിക് കവറിൽ, നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കവർ കിട്ടുമല്ലോ, ആ കവർ ചെയ്യാം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുന്ന റബ്ബർ ഷീറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ച് ചെയ്താൽ നമ്മളെ ഡ്രസ്സിലേക്കൊന്നും തീരെ ചിക്കൻ്റെ മീനിൻ്റെ ഒന്നും തീരെ വെള്ളമൊന്നും ആവില്ല. നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുന്ന പല സാധനങ്ങളും ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല ടിപ്പാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മളെ സെക്കൻഡ് ടിപ്പാണ്. ഇനി ചിലപ്പോൾ നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇങ്ങനെ സിബിൻ്റെ ആ പിടിക്കുന്ന മോൾ ഭാഗം പൊട്ടിപ്പോയത്. ഡ്രസ്സായാലും ബാഗായാലും ഹാൻഡ് ബാഗ് ആയാലും പൗച്ചായാലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ തൽക്കാലം അത് അടച്ചു വെക്കെങ്കിലും പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ നേരത്തെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിന് പറ്റിയിട്ടുള്ള ഒരു ഈസി ടിപ്പാണ്. നമ്മൾ ആ സിബിൻ്റെ പൊട്ടിയ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഹൂക്ക് പോലെ കാണുന്ന ഭാഗത്തൂടെ ജസ്റ്റ് ഒരു സേഫ്റ്റി പിന്ന് കടത്തി വിട്ടിട്ട് നമുക്കത് എളുപ്പത്തിൽ തന്നെ തുറക്കാനും അടയ്ക്കാനും ഒക്കെ പറ്റും. ഇനി ഇങ്ങനെ സിബ് പൊട്ടിപ്പോയ പേഴ്സ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയോ കളയുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് പുറത്ത് കൊണ്ടുപോകാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും വീട്ടിൽ പല കാര്യത്തിനും നമുക്ക് ഇങ്ങനത്തെ പേഴ്സൊക്കെ വളരെ ഉപയോഗമാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടിപ്പ് തന്നെയാണത്. ഇനി ഇത് നമ്മളെ തേർഡ് ടിപ്പാണ്. നമ്മളെല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ സെലോ ടേപ്പ് ഉണ്ടാവും. പ്രത്യേകിച്ചും ഇപ്പം കൂടുതൽ ഉപയോഗിക്കുക കുട്ടികളായിരിക്കും. കുട്ടികൾക്ക് ആർട്ട് വർക്കിനൊക്കെ ആയിട്ട് വളരെയധികം അവർ യൂസ് ചെയ്യുന്നതാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത്. നമുക്ക് ഇത് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും സിസേഴ്സിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു പിന്ന് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഒരു ലൈൻ പോലെ ഇട്ട് കൊടുത്താൽ അത് അവിടുന്ന് കട്ടായി വന്നോളും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു പിന്നുകൊണ്ട് ഈ സെലോ ടേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ എപ്പോഴും ഉള്ളതാണ്, നമുക്ക് ഇതിൻ്റെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇങ്ങനെ കിട്ടാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ യൂസ് ചെയ്ത ആ സേഫ്റ്റി പിൻ ഉണ്ടല്ലോ, അത് തന്നെ അവിടെ ഒന്ന് ഒട്ടിച്ച് വെക്കുക. അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്യാനും അത് ഓപ്പൺ ചെയ്യാനും ഒക്കെ ഈ സേഫ്റ്റി പിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനൊരു പിൻ ഇവിടെ ഒട്ടിച്ച് വെക്കുന്നുണ്ടല്ലേ, നമുക്ക് ഓപ്പൺ ചെയ്യാനും അത് കട്ട് ചെയ്യാനും നമുക്ക് സെയിം പിൻ തന്നെ മതി. നമുക്ക് സിസേഴ്സോ ബ്ലേഡോ ഒന്നും തപ്പി നടക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ടുള്ള ടിപ്പാണിത്. ഇനി നമ്മളെ ഫോർത്ത് ടിപ്പാണ്. നമ്മൾ ചിലപ്പോൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പം നമ്മളെ ബാഗ് കുറച്ചൊന്ന് സേഫാക്കി വെക്കണത് സിറ്റുവേഷനൊക്കെ വരും. അപ്പം നമ്മളൊന്ന് ചെയ്യേണ്ട, കയ്യിലാണെങ്കിൽ ഒന്നും കരുതിയിട്ടും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു സേഫ്റ്റി പിൻ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ ഈ 2 സിബും ഒന്ന് കൂട്ടിയിട്ട് 2 സിബിലും ആവുന്ന രീതിയിൽ നമ്മളൊരു സേഫ്റ്റി പിൻ ഇടാം. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു സിബായിട്ട് ആർക്കും തുറക്കാൻ കഴിയില്ല. 2 സിബും കൂടി ജോയിൻ ചെയ്ത് വെച്ചാലും അത് നമ്മൾ ആരെങ്കിലും തുറക്കാൻ നോക്കുകയാണെങ്കിൽ മറ്റേ സിബ് ഓട്ടോമാറ്റിക്കായിട്ട് അടയും. പരിചയമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ചിലപ്പം നല്ല തിരക്കുള്ള ബസ്സിലോ ട്രെയിനിലോ ഒക്കെ കയറുമ്പം കയ്യിൽ ലോക്കില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്ത് വെച്ചാൽ മതി. നല്ല ടിപ്പാത്. ഇനി നമ്മളെ ഫിഫ്ത്ത് ടിപ്പാണ്. ഇത് നമ്മൾ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുണ്ടാവുന്ന കുറച്ച് കീ ഉണ്ടാവും ഏതെങ്കിലും ഷെൽഫിൻ്റെ ഒക്കെ. അപ്പം നമ്മളത് ഓരോന്നോരോന്നായി വെക്കുമ്പം അത് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ കിട്ടുന്ന എക്സ്ട്രാ കീസൊക്കെ നമ്മളൊരു പിന്നിട്ട് ഇങ്ങനെ, കീ ചെയിൻ ഒന്നും എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ, കീ ചെയിൻ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു പിന്നിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. അത് മിസ്സായി പോകാണ്ട് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. ഇത് നമ്മളെ 6th ടിപ്പാണ്. നമ്മൾ ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മുടി കെട്ടുന്ന ഇങ്ങനത്തെ ബാൻഡ് കുറേ വാങ്ങി വയ്ക്കും. കുറേ കളർ അനുസരിച്ചിട്ടും ഡിസൈൻ അനുസരിച്ചിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഇതൊക്കെ വാങ്ങി വെച്ചാൽ നമ്മൾ ഒന്നിച്ച് ഒരു ബോക്സിലൊക്കെ ആയിരിക്കും ഇട്ട് വെക്കുന്നുണ്ടാവും. പക്ഷേ നമുക്ക് സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ടില്ലേ, നമുക്കിത് സെപ്പറേറ്റ് കളർ അനുസരിച്ചിട്ടും ഡിസൈൻ അനുസരിച്ചിട്ടും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാൻ സേഫ്റ്റി പിൻ വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നമ്മൾ ഒന്നിച്ച് ഒരു ബോക്സിൽ ഇങ്ങനെ തോനെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു വില ഉണ്ടാവില്ല. അത് നമ്മൾ യൂസ് ചെയ്ത് പിന്നെ കളഞ്ഞു പോകാനും ഒക്കെ മിസ്സായി പോകാനുള്ള
ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ നമ്മളിങ്ങനെ പിൻ ചെയ്ത് വെക്കുമ്പോഴല്ലേ നമുക്ക് ആവശ്യത്തിന് മാറ്റി വെക്കുമല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ പുറത്ത് വെക്കുക, ബാക്കിയുള്ളതെല്ലാം നമ്മളിങ്ങനെ എടുത്ത് വെക്കുക. അപ്പം നമുക്കത് മിസ്സായി പോകാനും അത് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് കുട്ടികളെ വളയും കളർ അനുസരിച്ച് ഡിസൈൻ അനുസരിച്ചൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ നമുക്ക് പിന്ന് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ ഈ പിന്ന് മതി. അത് നന്നായിട്ട് മിക്സായി പോകില്ല ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ. അതിന് നമ്മൾ 7th ടിപ്പാണ്. ഇത് നമുക്ക് ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള പിന്ന് നമ്മൾ എടുത്ത് വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഒന്നിച്ച് കുറച്ച് പിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒന്നായിട്ട് ഒരു ടിന്നിലിട്ട് വെക്കുമല്ലോ. ആ ടിന്നിലേക്ക് നമ്മൾ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ പിന്നൊന്നും റസ്റ്റ് പിടിച്ചു പോകില്ല. റസ്റ്റ് പിടിച്ചാൽ പിന്നെ നമുക്ക് പിന്നെ തീരെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ടാൽക്കം പൗഡർ ഇട്ടിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് വെച്ചാൽ അത് തീരെ റസ്റ്റ് പിടിക്കില്ല, നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് ടിപ്പാണ്. നമ്മൾ ചിലപ്പോൾ പിന്ന് വാങ്ങിയാൽ അതിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ റസ്റ്റ് പിടിച്ചതുപോലെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് നമ്മൾ ഡ്രസ്സിൽ പിൻ ചെയ്യുന്ന സമയത്ത് നൂലൊക്കെ പൊങ്ങി വരാനും ആ ഹോള് വലിയൊരു ഹോളായിട്ട് അവിടെ കാണാനും ഒക്കെ ചാൻസ് ഉണ്ട് പിന്നെ റസ്റ്റ് പിടിച്ചാൽ. അപ്പോൾ അങ്ങനെ ഉള്ള പിന്നാണെങ്കിൽ നമ്മൾ അത് ജസ്റ്റ് ഒരു സോപ്പിൽ ഇങ്ങനെ നന്നായി ആഴത്തിലിങ്ങനെ കുത്തി വയ്ക്കുക. അത് കുറച്ച് നേരം കുത്തി വെച്ചിട്ട് നമ്മൾ പിന്നെ യൂസ് ചെയ്യുമ്പോൾ അത് ആ ഡ്രസ്സിലേക്ക് വളരെ ഈസി ആയിട്ട് കയറാൻ അത് ഹെൽപ്പ് ചെയ്യും. അവിടെ ആ നൂല് പൊങ്ങി വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത് നല്ല സ്മൂത്തായിട്ട് തന്നെ ഡ്രസ്സിലേക്ക് കയറും. പ്രത്യേകിച്ച് നമ്മൾ നല്ല പട്ടുസാരിയൊക്കെ ഉടുക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് ഇതേപോലെ റസ്റ്റ് പിടിച്ച് പിന്നാണെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിലല്ലേ അവിടെയൊക്കെ നമുക്ക് അത് ഒരു ഹോൾ പോലെ എപ്പോഴും കലാകാലം അവിടെ ഇങ്ങനെ ഒരു അടയാളം ഉണ്ടാവും, നമ്മൾ പിന്നെ കുത്തിയ അടയാളം. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ അവിടെ ആ അടയാളം ഉണ്ടാവില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ കയറിപ്പോമല്ലോ, നൂല് പൊങ്ങുമൊന്നുമില്ല. വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ എത്രയോ കോസ്റ്റ്ലി ആയിട്ടുള്ള സാരി വാങ്ങും, പക്ഷെ പിന്നിൻ്റെ ഈ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ആ സാരിയിൽ വളരെ നല്ല ഡാമേജ് തന്നെയാണ് വരിക. പക്ഷെ ഇങ്ങനെ ചെയ്താൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണിത്. ഇനി ഇതാ നമുക്ക് ആ വ്യത്യാസം കാണാൻ പറ്റും. നമ്മൾ ആ പിന്നെ സോപ്പിൽ കുത്തി വെച്ചല്ലോ, ആ പിന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് അതിൻ്റെ അറ്റത്ത് റെസ്റ്റും പിടിച്ച പിന്ന് തന്നെയാണത്. പക്ഷേ അത് ആ കുത്തുമ്പോൾ നമുക്കറിയാം അതത് സ്മൂത്തായിട്ട് തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇനി പിന്നെ നമുക്കിങ്ങനെ എടുത്ത് വെക്കണമെങ്കിൽ നമുക്കൊരു സോപ്പിൻ്റെ മൊത്തത്തിൽ ആവശ്യമില്ല. നമ്മളൊരു ചെറിയ കഷ്ണം സോപ്പ് എടുക്കുക. ഒരു സാരി ഉടുക്കാൻ നമുക്ക് എത്രത്തോളം പിന്നെ ആവശ്യമുണ്ടോ അത്രത്തോളം പിന്നെ നമ്മൾ അതിൽ കുത്തി വെക്കുക ആ സോപ്പിൻ്റെ കഷ്ണത്തിൽ. എന്നിട്ട് നമ്മൾ പിന്നെ എടുത്ത് വെക്കുന്ന ഒരു ടീൻ ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഈ സോപ്പും പിന്നും അടക്കം ഒന്നിച്ച് അതിലേക്ക് വെക്കുക. എന്നാൽ പിന്നെ നമുക്ക് സാരി ഉടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ഈ പിന്ന് നല്ല സ്മൂത്തായിട്ടുള്ള പിന്ന് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ സാരി കൊടുക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലമാണ് നമ്മൾ പിന്നൊക്കെ കുത്തിക്കഴിഞ്ഞ് പിന്നെ കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്ക് സാരി ആ പിന്നിൻ്റെ മടക്കിൻ്റെ ഉള്ളിലേക്ക് കയറി അതവിടെ കുടുങ്ങിപ്പോവും. പിന്നെ നമുക്കത് അഴിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സാരിയിലാണെങ്കിൽ നല്ല ഡാമേജും വരും, അതിങ്ങനെ ചുറ്റി കിടന്നിട്ട് നമ്മൾ വലിച്ചെടുക്കുമ്പോഴൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള എന്താ വെച്ചാൽ പിന്നെ നമ്മൾ എപ്പോഴും കുത്തുന്നതിൻ്റെ മുന്നേ നമ്മൾ ആ പിന്നിൻ്റെ അറ്റത്ത് നമ്മൾ ഒരു പേപ്പർ കഷ്ണം മടക്കിയിട്ട് ഇടുക, അല്ലെങ്കിൽ ഒരു മുത്ത് ഇട്ടാലും മതി. ഇനി നമ്മൾ അത് പേപ്പർ കഷ്ണം മടക്കി പിൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സാരിയിൽ കുത്തുക. എന്നിട്ട് നമ്മൾ അത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുന്നും നമ്മൾ ഒരു പേപ്പർ കഷ്ണം ഇടുക. എന്നാൽ പിന്നെ ഫ്രണ്ടിലുള്ള ഭാഗത്തേക്കായാലും ബാക്കിലുള്ള ഭാഗത്തേക്കായാലും പിന്നിൻ്റെ സാരി അങ്ങോട്ട് കയറി പോവില്ല, അങ്ങനെ തന്നെ നിൽക്കും. ഇന്നത്തെ സേഫ്റ്റി പിന്ന് വെച്ചിട്ടുള്ള ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.